കുഞ്ഞുങ്ങൾക്കും ദീപ്തീസ് ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. 10th സ്റ്റാൻഡേർഡിലെ ആ ഫസ്റ്റ് ചാപ്റ്റർ അങ്ങ് എടുത്തു തീർക്കാനുള്ള ഇതിലായിരുന്നു കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോശജാലങ്ങൾ, ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ എല്ലാവരും പഠിച്ചോ? ആ സെല്ലിന്റെ ഏകദേശം ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞത്? അനിമൽ സെൽസ്, സെല്ലിന്റെ കാര്യങ്ങൾ പറഞ്ഞു, മൈക്രോസ്കോപ്പിന്റെ ഇതൊക്കെ പറഞ്ഞു, പിന്നെ അനിമൽ സെല്ല് പറഞ്ഞു, പ്ലാന്റ് സെല്ല് പറഞ്ഞു, അതിന്റെയൊക്കെ സ്ട്രക്ചർ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെല്ലിന്റെ ക്ലസ്റ്റേഴ്സ്, സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോശജാലങ്ങൾ എന്ന് പറയുന്നതാണ്. അതില് പറയാൻ പോകുന്നതെന്ന് വെച്ചാല് നമ്മള് കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താ പറഞ്ഞത്? സെൽ എന്ന് പറഞ്ഞാല് ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളെ അല്ലെ സെൽ എന്ന് പറയുന്നു എന്ന് പഠിച്ചു. വാട്ട് ഈസ് സെൽ? സെൽ ഈസ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം എന്നാണ് പഠിച്ചത്. അപ്പൊ നമ്മള് ഈ ഒരു സെല്ല് എങ്ങനെയാണ് നമ്മുടെ ഈ ഇത്രയും വലിയൊരു ശരീരത്തില് ഒരു സെല്ലിൽ നിന്നാണ് വിഭജിച്ച് ഡിവൈഡ് ചെയ്ത് ഇത്രയായി. അതെങ്ങനെയൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ സെല്ലിന്റെ ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ് അല്ലെങ്കിൽ കോശങ്ങളിലെ വൈവിധ്യം എന്താണെന്ന് നോക്കാം. ഈച്ച് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു പാർട്ട് എടുത്ത് നോക്കിയാൽ അതിനകത്ത് കോടിക്കണക്കിന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ഉണ്ട്. അതായത് വിവിധ തരത്തിലുള്ള സെൽസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഒരു ശരീരം, ജീവനുള്ള ഒന്നിന്റെ ശരീരം നോക്കുമ്പോൾ അതിനകത്ത് അതിന്റെ ഒരു പാർട്ട് എടുത്ത് നോക്കിയാൽ പോലും അതിനകത്ത് കോടിക്കണക്കിന് സെൽസ് ഉണ്ടാവും. ആ സെൽസ് എന്ന് വെച്ചാൽ പലതും പല തരത്തിലായിരിക്കും അല്ലെ? അതായത് there are about 200 different kinds of cells are present in our body. ഏതാണ് അത്? ഏതൊക്കെയാണെന്ന് അറിയാമോ? നെർവ് സെൽസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്, ബോൺ സെൽസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട് അല്ലെ? പലതരത്തിലുള്ള സെൽസ് ഒക്കെ ഉണ്ട്. ഈ സെൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്? ഈച്ച് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. എത്ര സൈസ്, ഏകദേശം എത്ര സൈസ് ഉണ്ട്? 200 ടൈപ്പ് സെൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. നെർവ് സെൽസ്, ബ്ലഡ് സെൽസ്, മസിൽ സെൽസ്, ബോൺ സെൽസ് എല്ലാം ഉണ്ട്. മനസ്സിലായോ? അടുത്ത 9th പോകുമ്പോഴത്തേക്ക് നമുക്ക് നെർവ് സെൽസ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. അപ്പോഴ് ഇനിയിപ്പം നമ്മൾ ഒരു സെല്ല് കണ്ടു. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പഠിച്ചു 1858 റഡോൾഫ് വിർഷോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു, സെൽസ് ഒരു സെല്ലിൽ നിന്നും അടുത്ത സെൽ ഉണ്ടാവുന്നത് സെല്ലിന്റെ ഡിവിഷൻ മൂലമാണ്, വിഭജനം മൂലമാണ്, കോശത്തിന്റെ വിഭജനം മൂലമാണ് അടുത്ത കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലെ? അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു മുമ്പുണ്ടായിരുന്ന കോശത്തിൽ നിന്നാണ് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സെല്ലിൽ നിന്നാണ് പുതിയ സെൽസ് രൂപം കൊള്ളുന്നതെന്ന് പറഞ്ഞു, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെൽസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വരുന്നു. ഇടയ്ക്കൊരു കോശത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ, സെൽസിന്റെ കാര്യം പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞായിരുന്നു സെൻട്രിയോളുകൾ കോശ വിഭജനത്തിന് അല്ലെങ്കിൽ കോശത്തിന്റെ വിഭജനം നടക്കുന്ന സമയത്ത് പ്രധാനമായ പങ്ക് വഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കും. ഞാനിപ്പോ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ മുമ്പ് പഠിച്ച കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോഴും നമ്മൾ വീണ്ടും അത് ഓർമ്മിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടും. മനസ്സിലായോ? അപ്പോഴും നമുക്ക് കുറച്ചുകൂടെ അത് മെമ്മറിയിൽ ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയും. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു സെല്ലിൽ നിന്നും അടുത്ത സെൽസുകൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്നത് വിഭജനം മൂലമാണ്, കോശത്തിന്റെ വിഭജനം മൂലമാണ്, അല്ലെ സെൽ ഡിവൈഡ് ചെയ്താണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴ് ഈ ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്ന, ഇപ്പൊ നെർവ് സെൽസ്, മസിൽസ്, ബ്ലഡ് സെൽസ് ഇതെല്ലാം ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്നതല്ലേ? ഈ ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഈ സെൽസ് എല്ലാം ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത്തരം ഈ ഗ്രൂപ്പിനെ എല്ലാം കൂടി നമ്മളൊരു പേര് പറയും, ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്ന് പറയും. ഏത് പേരാണ് പറയുന്നത്? ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ കലകൾ. അപ്പൊ എന്താണെന്ന് വെച്ചാല്, അപ്പൊ ഒരു കൂട്ടം സെൽസിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ പറയുന്നത് ടിഷ്യൂസ്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത് എങ്ങനെയാണ്? സെൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ്, ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെ?
അപ്പോൾ ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഈ സെൽസ് എല്ലാം ഒരേ സെല്ലിൽ നിന്ന് ഉണ്ടായതായിരിക്കും അല്ലേ? അപ്പോഴെങ്ങനെയാണ് ഒരു ഡെഫിനിഷൻ? What are tissues? Tissues are group of similar cells that have similar origin and specific function. ഒരേ ഒറിജിൻ ആയിരിക്കും, ഒരേ സെല്ലിൽ നിന്നായിരിക്കും അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് അതിന് ഒരു പ്രത്യേക ഫംഗ്ഷനും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അത് എങ്ങനെയായിരിക്കും? സിമിലർ സൈസ് ആയിരിക്കും, സിമിലർ ഷേപ്പ് ആയിരിക്കും, അല്ല ഒരേ കണക്കിരിക്കും. അപ്പൊ അതേ ഒരേ കണക്കിരിക്കുന്ന ഈ ടൈപ്പ് കോശങ്ങളെയാണ് പറയുന്നത്, കോശങ്ങളുടെ ഒരു സമൂഹത്തെയാണ് പറയുന്നത് ടിഷ്യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം വാട്ട് ആർ ടിഷ്യൂസ്? ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് കോമൺ അല്ലെങ്കിൽ സിമിലർ എന്താണ് ഒറിജിൻ ആൻഡ് സ്പെസിഫിക് ഫംഗ്ഷൻ. ഒരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ടായിരിക്കും ടിഷ്യൂസ്. ഏതൊക്കെ ടൈപ്പ് ടിഷ്യൂസ് ആണെന്ന് നമുക്ക് ഇനി താഴോട്ട് വരുമ്പോൾ പഠിക്കാം. അപ്പോഴ് എന്താണ് അപ്പൊ മലയാളത്തില് ഒരേ കോശത്തിൽ നിന്നുണ്ടായതും ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്നതുമായ, ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ സമൂഹത്തെയാണ് നമ്മൾ കലകൾ എന്ന് പറയുന്നത്. ഒരേ കോശത്തിൽ നിന്നുണ്ടായതും ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്നതുമായ അല്ലെങ്കിൽ ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശ സമൂഹത്തെ കലകൾ എന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും. മനസ്സിലായോ? ഇനി നോക്കിയേ, നമ്മുടെ ഈ ശരീരം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു സെല്ലിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അവർ ബോഡി ഈസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം. നമ്മുടെ ഈ ശരീരം നിർമ്മിതമായിരിക്കുന്ന ഈ ഒറ്റ കോശത്തിൽ നിന്നാണ്. ആ കോശത്തിന് പറയുന്ന പേരാണ് സിക്താണ്ഡം എന്ന് പറയുന്നത്. സൈഗോട്ട്, ഇംഗ്ലീഷില് സൈഗോട്ട്, ZYGOTE, സൈഗോട്ട്. ഇനി എന്താണ് ഈ സൈഗോട്ട്? അണ്ടർഗോസ് കണ്ടിന്യൂസ് ഡിവിഷൻ ആൻഡ് ഫോംസ് ഫീറ്റസ്. എങ്ങനെയാണ് ഈ സൈഗോട്ട് തുടർച്ചയായി വിഭജിക്കുന്നത് മൂലം എന്തുണ്ടാവും? ഫീറ്റസ് ഉണ്ടാവും. ഈ ഫീറ്റസ് കൺസിസ്റ്റിംഗ് ഓഫ് സെൽസ് അതിനെയാണ് പറയുന്നത് ഫീറ്റൽ സെൽസ് എന്ന്. ഫീറ്റൽ സെൽസ്, FOETAL, ഫീറ്റൽ സെൽസ്. ഫീറ്റൽ സെൽസ് ഉണ്ട് ഹാവിംഗ് ഡിഫറെന്റ് സൈസ്, ഷേപ്പ് ആൻഡ് കണ്ടന്റ്. സൈസിനകത്ത് വ്യത്യാസപ്പെട്ടിരിക്കും, ഷേപ്പിനകത്ത് വ്യത്യാസപ്പെട്ടിരിക്കും, കണ്ടന്റ് ഉള്ളടക്കത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ എന്താണ് പറഞ്ഞത്? അവർ ബോഡി ഈസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സെൽ കാൾഡ് സൈഗോട്ട്. This zygote undergoes continuous division and forms fetus. Fetus consisting of cells called fetal cells having different size, shape and structure. അടുത്തത് ഈ ഫീറ്റൽ സെൽസിന് വീണ്ടും എന്ത് സംഭവിക്കും? They gradually attain change in structure and function. എന്നിട്ട് എന്തൊക്കെയാവും? നെർവ് സെൽസ്, ബോൺ സെൽസ്, മസിൽ സെൽസ് ആൻഡ് ബ്ലഡ് സെൽസ് ഇത്രയായിട്ട് മാറും. നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായ കോശങ്ങളായി മാറും. ഈ ഫീറ്റൽ സെല്ലിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭ്രൂണ കോശങ്ങൾ എന്ന് പറയും. ഭ്രൂണ കോശങ്ങളിൽ നിന്നാണ് ഇത്രയും നെർവ് സെൽസും ബോൺ സെൽസും മസിൽ സെൽസും ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ടാകും. നെർവ് സെൽസ് എന്നൊക്കെ പറഞ്ഞാൽ നാഡീകോശങ്ങള്, രക്തകോശങ്ങള് ഒക്കെ ഉണ്ടാവും ഇതിൽ നിന്ന്. അപ്പൊ മനസ്സിലായ? സൈഗോട്ടിൽ നിന്നാണ് അവിടെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന എല്ലാ കോശങ്ങളും ഉണ്ടായത്. ഈ ഒരു കോശത്തിന്റെ ഇത്രയും ഒരു ചേഞ്ചിനെയാണ് പറയുന്നത് സെൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? സിക്താണ്ഡം ഉണ്ടാവും. സിക്താണ്ഡത്തിൽ നിന്നും ഭ്രൂണകോശങ്ങൾ ഉണ്ടാവും. ഭ്രൂണകോശങ്ങളിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ കോശങ്ങൾ ഉണ്ടായത്. ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് കോശ വൈവിധ്യവൽക്കരണം. മനസ്സിലായില്ലേ? ഇംഗ്ലീഷില് സെൽസ് ഡിഫറൻസിയേഷൻ. മനസ്സിലായോ? നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു ഒരു സെല്ലിൽ നിന്നാണ് അടുത്ത സെൽസുകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ ആയി ഉണ്ടായി വരുന്നതെന്ന്. എങ്ങനെയാണ്? ഡിവൈഡ് ചെയ്യുന്നത് മൂലം, കോശങ്ങളുടെ വിഭജനം മൂലമാണ് നമുക്ക് ഒരുപാട് കോശങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെ ടിഷ്യൂസ് ഉണ്ടാകുന്നത്, കലകൾ ഉണ്ടാകുന്നതൊക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സയൻസിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടായതോടുകൂടി, സയൻസിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായതോടുകൂടി നമ്മൾ പുതിയ ഒരു തരം ഗവേഷണത്തിൽ, അതായത് സ്റ്റെം സെൽസിന്റെ ഗവേഷണത്തിലാണ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് എന്ന് വെച്ചാൽ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാല് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ? ഈ സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ലിൽ നിന്നും നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് പുതിയ സെൽസുകൾ ഉണ്ടാക്കിയെടുക്കാം, പുതിയ ടിഷ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അത്തരം സെല്ലുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്ന് പറയുന്നത്. വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, നമ്മൾ വിത്തിൽ നിന്നല്ലേ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആ സെല്ലിൽ നിന്ന് കുറെ ടിഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. അതിനെയാണ് പറയുന്നത് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ആർ സ്റ്റെം സെൽസ്? Stem cells are specialized cells that can transform into any kind of cell. അതായത്
ഏത് കോശവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്തരം സെല്ലുകളെ വിളിക്കുന്ന പേരുകളാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഈ സ്റ്റെം സെൽസ് അണ്ടർഗോ കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ് ടു എനി കൈൻഡ് ഓഫ് സെൽസ്. ഏതെങ്കിലും, അതായത് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ വൈവിധ്യവൽക്കരിച്ചാണ് പുതിയ തരത്തിലുള്ള സെല്ലുകൾ ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ സെൽസ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ആ ഒരു സ്റ്റെം സെൽസ് ആയിട്ട് തന്നെ നിലകൊണ്ടിരിക്കും. മനസ്സിലായോ? പിന്നെ ഇപ്പോഴ് ഈ ഒരു സ്റ്റെം സെൽസിന്റെ ഒരു കണ്ടുപിടുത്തം മൂലം, ഈ ഒരു ഇതിലുള്ള ഡെവലപ്മെന്റ്സ് മൂലം നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക്, അതായത് പാർക്കിൻസൺസ്, എപ്പിലെപ്സി, അൽഷൈമേഴ്സ്, മറവി രോഗം, ഇങ്ങനെ ഒരുപാട് ഡയബറ്റീസ്, ഇതിലെല്ലാം ഒരുപാട് നമുക്ക് പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സ്റ്റെം സെൽസിൽ നിന്ന് നമുക്ക് പുതിയ ആ സെൽസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഈ സ്റ്റെം സെൽസ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ബോൺ മാരോ, അതായത് മജ്ജയിൽ കാണപ്പെടും, സ്കിന്നിൽ കാണപ്പെടും, ത്വക്കിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ എവിടെ കാണപ്പെടുന്നുണ്ട്? ഡൈജസ്റ്റീവ് ട്രാക്ട്, അന്നപഥത്തിലും കാണപ്പെടുന്നുണ്ട്. ഇതാണ് സ്റ്റെം സെൽസ്. അപ്പൊ സ്റ്റെം സെൽസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പുതിയ ഏത് കോശവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോശങ്ങളെയാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോംസ് ഇൻടു എനി കൈൻഡ് ഓഫ് സെൽസ്. ദീസ് സ്റ്റെം സെൽസ് അണ്ടർഗോ കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഫോം എനി ടൈപ്പ് ഓഫ് സെൽസ്. എങ്ങനെയാണ്? ഡിവൈഡ് ചെയ്യുന്നത് മൂലമാണ്, ഈ സ്റ്റെം സെല്ലിന് ഡിവൈഡ് ചെയ്യുന്നത് മൂലമാണ് നമുക്ക് പുതിയ സെൽസുകൾ അല്ലെങ്കിൽ പുതിയ ടിഷ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ഈ സ്റ്റെം സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ പുതിയ സെൽസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ സ്റ്റെം സെൽസ് അതുപോലെ തന്നെ നിലനിൽക്കുകയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എവിടെയൊക്കെ കാണപ്പെടുന്നു? ബോൺ മാരോ, സ്കിൻ, പിന്നെ എവിടെയാണ്? ഡൈജസ്റ്റീവ് ട്രാക്ട്, അന്നപഥത്തിലും കാണപ്പെടുന്നു. ബോൺ മാരോ എന്ന് വെച്ചാൽ നമ്മൾ ബോണിന്റെ അകത്ത് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ എല്ലിനകത്ത് ഒരു കറുത്ത നിറത്തിലുള്ള ഒരു വസ്തു കാണും. അതിനെയാണ് ബോൺ മാരോ എന്ന് പറയുന്നത്. മജ്ജ എന്ന് പറയും. മജ്ജ, പിന്നെ ത്വക്ക്, അന്നപഥം, ഇത്രയും ഭാഗങ്ങളിലൊക്കെയാണ് സാധാരണ ഈ സ്റ്റെം സെൽസ് കാണപ്പെടുന്നത്. ഈ സ്റ്റെം സെൽസിന്റെ ഒരു കഴിവെന്ന് വെച്ചാൽ ഒരു ടിഷ്യൂസിൽ ഏതെങ്കിലും ഒരു സെല്ല് നശിക്കുകയാണെങ്കിൽ ആ സെല്ലിനെ രൂപപ്പെടുത്താൻ ആ സെല്ല് നമുക്ക് വീണ്ടും ഈ സ്റ്റെം സെൽസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും. അതായത് ഒരു ടിഷ്യൂസിൽ ഏതെങ്കിലും, നമ്മൾ പറഞ്ഞു ടിഷ്യൂസിന്റെ എല്ലാ സെൽസും ഒരേ സൈസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു സെല്ല് നശിച്ചു പോയാൽ പുതിയ സെൽസ് ഈ സ്റ്റെം സെൽസിൽ നിന്ന് ഉണ്ടാകും. അതാണ് ഈ നമ്മുടെ ഈ പലതരം അസുഖങ്ങൾക്കായിട്ട് ആ ഒരു കാര്യമാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പാർക്കിൻസൺസ്, അൽഷൈമേഴ്സ്, ഡയബറ്റിസ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇന്ന് നമ്മൾ ഈ സ്റ്റെം സെൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായോ? ഇതാണ് സ്റ്റെം സെൽസ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.